വലിയ തിരക്കില്ലെങ്കിൽ ഇച്ചിരി ബോൾഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വെറുതെ ചിരിപ്പിക്കരുത്. അവളോട് ചോദിക്കാനുള്ള പോയി ചോദിക്കും. സമയത്ത് കൃത്യമായിട്ട് കളിച്ചിരുന്നെങ്കിൽ ബിൻസിക്ക് അവിടെ നിലനിൽക്കാമായിരുന്നു. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പിന്നെ വന്നിട്ട് ഇപ്പൊ കടന്നു ഓവർ ഷോ, ചീപ്പ് ഷൈനിങ്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഭയങ്കര മോശമായിട്ട് നോക്കി കാണുന്ന പോലില്ല, നോക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അതെ, എനിക്ക് കാണാൻ പോലും താല്പര്യമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, PR കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ശൈത്യ എവിക്റ്റ് ആവേണ്ട ആളായിരുന്നു, കുറച്ച് ആളുകൾ നിന്നെന്ന് പറഞ്ഞില്ല, അതുപോലെ എനിക്ക് നിൽക്കായിരുന്നു. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? എന്തൊരു തള്ളണത്. പക്ഷെ PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുമോ? അതൊരു ചോദ്യം. അല്ല, ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ് ബിൻസി കുറച്ച് നാൾ കൂടി അവിടെ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് വിശ്വസിക്കുന്ന ആളാണ്. തോന്നുന്നുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? മെജോറിറ്റി ആൾക്കാർക്ക് PR ഉണ്ട്, പക്ഷെ അവിടെ യൂസ്ഫുൾ ആയത് ചുമ്മാ നിന്നാലും എന്തെങ്കിലും ചെയ്താലും ലൈവ് അതും ഇതൊക്കെ കട്ട് ചെയ്ത് നല്ല ഇമോഷണൽ സാധനങ്ങളൊക്കെ കയറ്റി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ ആൾക്കാരുണ്ട്. എന്റെ പേജിലൊന്നും ഒരു വീഡിയോ പോലും ഉണ്ടായിരുന്നില്ല. ഇത് അസൂയാണല്ലേ, അസൂയ, അതാ അതിന്റെ പേര്. പക്ഷെ അതുപോലെ തന്നെ PR ഇല്ലാതെ നിന്ന ഒരാളാണ് നെവിൻ. 100 days അവിടെ കംപ്ലീറ്റ് ചെയ്തു. അത് നെവിന്റെ ഒരു പ്രത്യേകതരം കഴിവാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്ന് പറയുന്ന ഇപ്പോഴത്തെ വിന്നർ ആരും അംഗീകരിക്കുന്നില്ല. സ്വാഭാവികം. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇപ്പൊ ബിൻസി അംഗീകരിക്കുന്നില്ല, ഷാരിയ ചേച്ചി അംഗീകരിക്കുന്നില്ല, ശൈത്യ അംഗീകരിക്കുന്നില്ല, അപ്പാനി അംഗീകരിക്കുന്നില്ല, അക്ബർ അംഗീകരിക്കുന്നില്ല, ബിന്നി അംഗീകരിക്കുന്നില്ല. വെറും സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള അപ്പാനീനെ എന്നെയും കുറിച്ച് പറയുമ്പോൾ പുറം ലോകം അത് വേറെ രീതിയിൽ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പുറത്തിറങ്ങി? എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ഫ്ലാഷ് ബാക്ക്. എനിക്ക് കാണണം കേട്ടോ. സമയമായി. ഫോട്ടോയിൽ കയറും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അങ്ങനെ ഒരാൾ പറയുമ്പോ ഉടനെ തകരുന്നതാണോ? പേടിക്കാതിരി. ഒന്ന് പകച്ചുപോയാ പിന്നെ മനുഷ്യന് 10 പൈസക്ക് കൊള്ളത്തില്ല. പേടി എനിക്ക്. സൈബർ ബുള്ളിങ്ങിനെ പേടിക്കുന്നുണ്ട്? പേടിക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഞാൻ ഇറങ്ങി പേടിക്കുന്നില്ല, പക്ഷേ പേടിക്കുന്നുണ്ട്. അതാണൊരു പേടി. അല്ല, പേടിയല്ല, ഒരു ഭയം. ഭയം. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?